ഇപ്പൊ ഓണായോ? എന്തേലേ ആ റെക്കോർഡ് ചെയ്യുമ്പോ ഉണ്ടാവുന്ന ഇതുണ്ടല്ലോ, അതിന്റെ സൈൻ ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുമല്ലോ, അങ്ങനെ വരുന്നുണ്ട്. ഞാനിപ്പോ റെക്കോർഡ് ഓൾറെഡി ഓൺ ആണെന്നാ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഓഫ് ആക്കിയിട്ട് വീണ്ടും ഓൺ ആയിട്ടാണ്. ഇതേപോലെ ഇനി ഉണ്ടാവുകയാണെങ്കിൽ പറയണേ. എൻ്റെ അത് ഓഫ് ആണെന്നുള്ളത് കാണുന്നില്ല. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? പ്രീ ഡിറ്റർമൈൻഡ് ഹലോ, സൈക്കിക് പാറ്റേൺ. ഉച്ചമയക്കത്തിലാണോ എല്ലാവരും? ചില ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്ന് ഉറങ്ങാന്നുള്ളത്. ആ ഒരു ടൈമിലാണ് നമ്മുടെ ക്ലാസ്. അങ്ങനെ ശീലമുള്ളവരുണ്ടോ ക്ലാസ്സിൽ? ഉച്ചയുറക്കം ശീലമുള്ളവര്? കേൾക്കുന്നുണ്ടോ? ഇല്ല, ഉള്ളവരും ഉണ്ട്, ഇല്ലാത്തവരും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇനി പ്രോസസ് ഓഫ് ഡെവലപ്മെന്റ് പറയാം. കുറച്ച് പ്രോസസ് ഉണ്ട് ഒരു ചൈൽഡിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്. ഓക്കെ, പ്രീ ഡിറ്റർമൈൻഡ് സൈക്കിക് പാറ്റേൺസ്. ഈ പാറ്റേൺസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് ചുരുക്കി പറയാം. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ മെരിയസ് മോണ്ടിസോറി അവരുടെ പറയുന്ന കാര്യങ്ങൾ, അവരെങ്ങനെയാണ് കുട്ടികളെ ഒബ്സർവ് ചെയ്ത് അതിന് ഒരു പ്രോസസ് ഓഫ് ഡെവലപ്മെന്റ്, ഈ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ അനിമൽസിന്റെ പോലെയല്ല, ഹ്യൂമൻ ബേബീസ് ഉണ്ടാവുമ്പോൾ അവരുടെ ഡെവലപ്മെന്റ് ഫുള്ളി ഡെവലപ്ഡ് അല്ല. അവിടെ ആഫ്റ്റർ ബർത്ത് ആണ് ഇത് ഡെവലപ്പ് ആവുന്നത്. അതാണ് ഫസ്റ്റത്തെ പോയിന്റ്. ഈ ഒരു ഇത് ഡെവലപ്പ് ആവണമെങ്കിൽ അവർക്ക് അവരുടെ വേണ്ട ഫ്രീഡം, അവർക്ക് വേണ്ട എൻവിറോൺമെന്റ് കൊടുക്കണം. ഇങ്ങനെ അവരുടെ ഈ രണ്ട് സംഭവങ്ങളിലൂടെ അവർക്ക് അവരുടെ ഇന്റലിജൻസും കാര്യങ്ങളും ഡെവലപ്പ് ആവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പിരിച്വൽ എംബ്രിയോ. സ്പിരിച്വൽ എംബ്രിയോ എന്ന് പറയുന്നത് ഈ പ്രോസസ്സിനെയാണ്. ഇനിയുള്ള രണ്ട് കണ്ടീഷൻ നെസസറി ആയിട്ടുള്ള ഒരു അത് നമ്മൾ നെസസറി കണ്ടീഷനാണ് ഈ ഫ്രീഡം, എൻവിറോൺമെന്റ് എന്ന് പറയുന്നത്. ഇനി രണ്ട് ഇന്റേണൽ എയ്ഡ്സ് ഉണ്ട് ചൈൽഡ് ഡെവലപ്മെന്റ് ഉള്ളത്. ഏതൊക്കെയാണ് രണ്ട് ഇന്റേണൽ എയ്ഡ്സ്? സെൻസിറ്റീവ് പീരീഡ് ആൻഡ് അബ്സോർബന്റ് മൈൻഡ്. വെരി ഗുഡ്. അപ്പൊ അതാണ് രണ്ടെണ്ണം. ഓക്കെ, ഇത്രയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പ്രോസസ് ഓഫ് ഡെവലപ്മെന്റ് പറയാം. നമ്മൾ എന്തൊക്കെ ഈ പ്രോസസ്സിന്, അതായത് പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള സൈക്കിക് പാറ്റേൺസ് വെച്ചിട്ടാണ് ഒരു കുട്ടിയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നടക്കുന്നത്. അല്ലാതെ ഒരിക്കലും റാൻഡം ആയിട്ടല്ല ഒരു കുട്ടി നടക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ പാറ്റേൺസ് ഏതൊക്കെയാണെന്ന് നോക്കാം. എന്നിട്ട് ഈ പ്രോസസ്സിൽ എന്തൊക്കെയാണോ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാം. അപ്പൊ അവർക്ക് എന്താവും? അവരുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അത് ഹെൽപ്ഫുൾ ആവും. നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന കുട്ടികൾക്കും നമ്മളുടെ കുട്ടികൾക്കും ഒക്കെ ഈ ഒരു കൈൻഡ് ഓഫ് പ്രോസസ്സ് നമുക്ക് നമുക്കറിഞ്ഞാൽ അത് കൊടുക്കാൻ എളുപ്പമായിരിക്കും. ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ലവ് ഓഫ് വർക്ക് ആണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് ലോ ഓഫ് വർക്ക് എന്നാണ് ആ ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷെ അത് സ്പെല്ലിംഗ് തെറ്റാണ്. ലവ് ഓഫ് വർക്ക് എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, കുട്ടികൾക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് എല്ലാവരുടെയും വീട്ടിലെ കുട്ടികളുള്ളവർക്ക് അറിയാം, നമ്മൾ ചെയ്യുന്ന പണികൾ നമ്മളെക്കാളും കൂടുതൽ ആ വർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ് നമ്മുടെ മക്കള്, അവരുടെ കഴിവിനെക്കാട്ടിലും. മരിയ മോണ്ടിസോറി പറഞ്ഞിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ, ഈ പ്ലേ എന്നൊക്കെ പറയുന്നത് അധികവും മീനിങ്ലെസ് ആണ് വർക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ. വർക്ക് റിലേറ്റഡ് ആവുമ്പോൾ അതിനൊരു മീനിങ് ഉണ്ടാവും, ഒരു പർപ്പസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ഈ മീനിങ്ലെസ് ആയിട്ടുള്ള വർക്കിനെക്കാളിലും കുട്ടികൾ പ്രിഫർ ചെയ്യുന്നത് എന്താണ്? മീനിങ് ആയിട്ടുള്ള വർക്കാണ്. അതാണ് അവർക്ക് ഇഷ്ടം. ഇങ്ങനെയുള്ള ഈ വർക്കുകൾ ചെയ്യുമ്പോൾ അതിൽ അവർക്ക് അത് അവരുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവർ ഫ്രീ ആയിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അവർ ആ വർക്ക് പഠിക്കുകയും ചെയ്യും, അത് അവർ എൻജോയ് ചെയ്ത് ചെയ്യും. അവർക്കൊരു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അതിലൂടെ കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഇവരുടെ ഒരു സ്കൂൾ ഉണ്ടായിരുന്നില്ലേ, മോണ്ടിസോറി, ഈ അവരുടെ, അതായത് ഈ മെരിയ മോണ്ടിസോറി അവരുടെ മോണ്ടിസോറി ഫിലോസഫീസ് വെച്ചൊരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? എന്തായിരുന്നു അതിന്റെ പേര്? കേസരി. ഓക്കെ,
ആരും മറന്നിട്ടില്ല, സന്തോഷം. അപ്പോ കാസാദി ബംബിനി എന്നുള്ള ഇവരുടെ ഈ ക്ലാസ് റൂമിൽ അവർ ഇതുപോലെയുള്ള വർക്കുകൾ കുട്ടികൾക്ക് കൊടുക്കുമായിരുന്നു. ഓക്കെ. പിന്നെ ഇതിലുള്ളൊരു പോയിന്റ് എന്ന് പറഞ്ഞാല് ഈ നമുക്ക് പല കുട്ടികളുണ്ട്, നമുക്കറിയാം പല പല കൈൻഡ് ഓഫ് കുട്ടികളുണ്ട്. എല്ലാ കുട്ടികളും ഇപ്പൊ ഭയങ്കര അടങ്ങി ഒതുങ്ങി ഇരുന്ന് ഒരു അത്യാവശ്യം കളിചിരികളുള്ള കുട്ടികളാവില്ല. വളരെയധികം അഗ്രസീവ്നെസ്സും ഒക്കെ ഉള്ള കുട്ടികളാണ്, ഭയങ്കരമായിട്ട് വികൃതിയുള്ള കുട്ടികൾ. അപ്പൊ ചില ആളുകളുടെ കുട്ടികൾ അങ്ങനെയായിരിക്കും. അപ്പോ ഫങ്ഷൻസിനൊക്കെ പോകുന്ന സമയത്തും രണ്ട് പേരൻസിനും ബുദ്ധിമുട്ടാണ്. ഒരു പാവം പോലെ ഇരിക്കുന്ന കുട്ടിയുടെ പാരന്റ്സിനും ബുദ്ധിമുട്ടാ, വികൃതി കാണിക്കുന്ന കുട്ടിയുടെ പാരന്റ്സിനും ബുദ്ധിമുട്ടാണ്. കാരണം ഒരാൾക്ക് എന്താ പ്രശ്നം, ഒരു വണ്ടി പോകുന്നുണ്ട് ഇവിടെ. ഞാൻ വീടിന്റെ ഫ്രണ്ടിലായിരിക്കണം നെറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. സോറി. അതായത് അപ്പൊ ഈ വികൃതി ഭയങ്കരമായിട്ട് കുസൃതി കാണിക്കുന്ന പാരന്റ്സ് എന്താ, ബാക്കിയുള്ള കുട്ടികളൊക്കെ ആയിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുമോ എന്നുള്ള പേടി. ബാക്കിയുള്ളൊരു പ്രശ്നം എന്താ, ഇതുപോലുള്ള കുട്ടികൾ വന്നാൽ ഈ പാരന്റ്സിനും കുട്ടികൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നുള്ള പേടി. അങ്ങനെ അഗ്രസീവ്നെസ് ഒക്കെ ഉള്ള കുട്ടികള് ഇങ്ങനെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് വിത്തിൻ ഡേയ്സ് അവർ കാമർ ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇരിക്കുന്നത് മോണ്ടിസോറി കണ്ടുപിടിച്ചു. നമ്മൾ എന്താ പറഞ്ഞത്, വർക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള വർക്കും കാര്യങ്ങളും ചെയ്യുന്നതിലൂടെ അഗ്രസീവ്നെസ്സിന് ഹോസ്റ്റിലിറ്റി ആയിട്ടുള്ള കുട്ടികൾ വരെ അവർക്ക് അവരുടെ കാമായിട്ട് അവർക്ക് ഇരിക്കാൻ പറ്റി എന്നുള്ളതാണ്. കാരണം അവരിങ്ങനെ ഒരു വർക്ക് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാല് അവരുടെ കോൺസെൻട്രേഷന് അവിടെ കൂടും, അവരുടെ അറ്റൻഷൻ, അവരുടെ കോൺസെൻട്രേഷൻ അതെല്ലാം കൂടും. അപ്പോ അവർക്ക് ഒന്നും കൂടി കാമായിട്ട് ഇരിക്കാൻ പറ്റും. വേറൊരു കാര്യം അവർ ചെയ്യുമ്പോൾ അതിലേക്കും ഈ അറ്റൻഷൻ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്തൊക്കെയാണ് ഡിഫറൻസ്? ഇനി നമുക്ക് പറയാൻ പോകുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ അഡൽട്ട് വർക്കും ചിൽഡ്രൻ്റെ വർക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് സെക്കൻഡ് ക്ലാസ്സിലൊക്കെ നമ്മൾ ഇത് ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോയിന്റ്സ് ആണ് ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള. മോണ്ടിസോറി എഡ്യൂക്കേഷനിൽ ട്രഡീഷണലിൽ എന്തൊക്കെ ഡിഫറെന്റ് ആയിരിക്കുന്നു നമ്മൾ പറഞ്ഞ പല പോയിന്റ്സ് ആണ് ഇതിൽ വരുന്നത്. എന്തൊക്കെയാണ് ഒരു ചൈൽഡിന്റെ വർക്കും ഒരു അഡൽട്ടിന്റെ വർക്കും തമ്മിലുള്ള ഡിഫറൻസ്? അഡൽട്ട് വർക്ക് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് ഫിനിഷ് ആക്കാൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്കുക. കുട്ടികൾ അങ്ങനെയല്ല, അവര് ചെയ്ത വർക്ക് തന്നെ അങ്ങനെ പിന്നെ ഒരുപാട് ചെയ്തുകൊണ്ടിരിക്കും. അഡൽട്ടിന് പെട്ടെന്ന് റിസൾട്ട് കിട്ടണം. ചാറ്റ് ബോക്സിൽ ആരും എന്ത് പറഞ്ഞു, ലോ ഓഫ് മാക്സിമം. അപ്പോ ബാക്കി ഞാൻ പറയാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇതിലൊരാൾ പറഞ്ഞത് തന്നെ നമുക്ക് എടുക്കാം. അതായത് അവര് ആ ഒരു ഫാസ്റ്റ് ആയിട്ട് അവർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അതായത് റിസൾട്ട് നോക്കിയിട്ടല്ല, അവരുടെ ആ ഒരു പ്രോസസ്സിനെ എൻജോയ് ചെയ്തിട്ടാണ് ഓരോ കുട്ടികളും വർക്ക് ചെയ്യുന്നത്. അവരുടെ ഇഷ്ടത്തിനാണ് ചെയ്യുന്നത്. അതായത് ഒരു കുട്ടിയുടെ വർക്ക് എന്ന് പറഞ്ഞാൽ അത് ഇന്റേണൽ ബേസിലാണ്, നോട്ട് എക്സ്റ്റേണൽ. അവർക്ക് അവരുടെ ഇഷ്ടത്ത് വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. ഒരു അഡൽട്ട് ആകുമ്പോൾ എന്താണ്, എക്സ്റ്റേണൽ ആയിട്ട് എന്തെങ്കിലും ഒരു സാധനം, അതിന് എന്തെങ്കിലും ഒരു സാധനം എക്സ്റ്റേണലി നമുക്ക് റിവാർഡ് കിട്ടുമ്പോഴാണ് ഒരു അഡൽട്ട് വർക്ക് ചെയ്യുന്നത്. അതാണ് ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറഞ്ഞാല്. നമുക്ക് ഇവർക്ക് നമ്മളിങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ അവരുടെ കോൺസെൻട്രേഷൻ അത് ഡെവലപ്പ് ആവും. അവർക്കൊരു എക്സ്റ്റേണൽ റിവാർഡിന്റെ ആവശ്യമില്ല. റിവാർഡ് അറിയാലോ എല്ലാവർക്കും. നമ്മൾ എന്തെങ്കിലും ഒരു റിവാർഡ് പണിഷ്മെന്റ് സിസ്റ്റത്തിനെ പറ്റി നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല. സൈക്കോ പാർട്ട് നിങ്ങൾക്ക് എത്തിയിട്ടുണ്ട്, നമ്മളിപ്പോ ഇതുവരെ എടുത്തിട്ടില്ല. നമ്മളൊരു ബിഹേവിയർ ഇംപ്രൂവ് ആവാൻ വേണ്ടിയിട്ട് ആളുകൾക്ക് കൊടുക്കും റീഇൻഫോഴ്സ്മെന്റ്, റിവാർഡൊക്കെ കൊടുക്കും, ഒരു സമ്മാനം കൊടുക്കുക. എന്നിട്ട് അതെന്തെങ്കിലും ബിഹേവിയർ ഇംപ്രൂവ് ആക്കി കൊണ്ടുവരും. പണിഷ്മെന്റ് അറിയാലോ, ഒരു നമുക്ക് വേണ്ടാത്ത ഒരു ബിഹേവിയർ, അല്ലെങ്കിൽ നല്ലതല്ലാത്ത ഒരു ബിഹേവിയർ കുറക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പണിഷ്മെന്റ് കൊടുക്കുക എന്നുള്ളത്. അപ്പോ ഒരു റിവാർഡ് ഇല്ലാതെ തന്നെ ആ കുട്ടിയുടെ കോൺസെൻട്രേഷനും കാര്യങ്ങളും എന്തിലൂടെ ഇതാവും, അവരുടെ വർക്ക് ഇന്റേണൽ അവരുടെ ഒരു ഇഷ്ടത്തിന് വർക്ക് ചെയ്യുമ്പോൾ ഇതൊക്കെ കൂടും. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാല് മാക്സിമം എഫേർട്ടാണ്. അതായത് ഒരു അഡൽട്ട് ഒരു വർക്ക് ചെയ്യുന്നത് എങ്ങനെ, മാക്സിമം അല്ല മിനിമം എഫേർട്ട് എങ്ങനെയാണ് എടുക്കാൻ പറ്റുന്നതാണ് ഒരു അഡൽട്ട് നോക്കാം. ഏറ്റവും കുറഞ്ഞ എഫേർട്ട് വെച്ചിട്ട് എങ്ങനെയാണോ ഒരു ജോലി ചെയ്യാതെ തീർക്കാൻ പറ്റുക എന്നുള്ളതാണ് ഒരു അഡൽട്ട് ചെയ്യുന്നത്. പക്ഷെ ഒരു കുട്ടി ചെയ്യുന്നത് എന്താണ്,
മാക്സിമം അവരെ എഫേർട്ട് എടുക്കുക. അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത്രയും ചെയ്ത് ആ മാക്സിമം എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ കുട്ടികളും ഓരോ വർക്കും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ. അതോടെ എന്താവും, അവർക്ക് ഒരു കോൺസ്റ്റന്റ് സ്റ്റേറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു അഡൽട്ട് മിനിമം എഫേർട്ടും ഒരു ചൈൽഡ് അവിടെ മാക്സിമം എഫേർട്ടും ആണ് എടുക്കുന്നുണ്ടാവുക. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാല് ചിൽഡ്രൻ അവരെന്താണ്, ഒരു പ്രോഗ്രസിന് വേണ്ടിയിട്ടാണ്, ഒരു എൻഡ് റിസൾട്ട് അവർ നോക്കുന്നില്ല. അവര് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്കൊരു ഡെവലപ്മെന്റ് ഉണ്ടാവും. നമ്മളിപ്പോ ഒരു കുട്ടികൾ കളിക്കുക എന്നൊക്കെ നമ്മൾ കാണുന്ന വെച്ചെങ്കിലും അവരുടെ മോട്ടോർ ഡെവലപ്മെന്റും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഡെവലപ്മെന്റ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അത് ഹെൽപ്പ് ചെയ്യും. അതാണ് അവർ ആ ജോലികൾ ചെയ്യുന്നത്. പക്ഷെ അതായത് അവരുടെ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ടാണ് ഓരോ കുട്ടിയും അവരുടെ ചൈൽഡിന്റെ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ടാണ് ഒരു വർക്ക് ചെയ്യുന്നത്. ഒരു അഡൽട്ട് ഒരു വർക്ക് ചെയ്യുന്നത് എന്തിനാണ്? എൻഡ് റിസൾട്ട് വെച്ചിട്ടാണ്. ആ വർക്ക് ഫിനിഷ് ചെയ്യുക, ആ വർക്ക് കഴിയുക, അതിന്റെ റിസൾട്ട്, അവർ ചെയ്യുന്ന പ്രോസസ്സിന്റെ റിസൾട്ട് എന്താണോ അത് ഫോക്കസ് ചെയ്തിട്ടാണ് ഓരോ അഡൽട്ടും വർക്ക് ചെയ്യുന്നത്. എന്നാൽ ഓരോ ചൈൽഡും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അവരുടെ ആ പ്രോഗ്രസ്സിന്, അവർക്കൊരു പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് 4ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാല് നമ്മൾ പറഞ്ഞ സംഭവം റിതം. ഒരു ചൈൽഡിന്റെ റിതം ഒരു അഡൽട്ടിന്റെതും ഡിഫറെന്റ് ആണ് എന്നുള്ളതാണ്. ചൈൽഡിന്റെ റിതം അല്ല ഒരു അഡൽട്ടിന്റെ. നമ്മൾ പറഞ്ഞ പോലെ ഒരു കുട്ടി ചെരുപ്പിടുന്നതും ഒരു അഡൽട്ട് ചെരുപ്പിടുന്നതും രണ്ടും ഡിഫറെന്റ് റിതത്തിലാണ്, രണ്ടും ഡിഫറെന്റ് സ്പീഡിലാണ്. അവർക്ക് എന്താണ് നമുക്കറിയാം, അവർക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. ഓരോ സ്റ്റെപ്പും പതിയെ പതിയെ ചിലപ്പോൾ ഒട്ടിക്കുന്ന ചെരുപ്പായിരിക്കും, അല്ലെങ്കിൽ വല്ല ബട്ടൺ ഇടാനുള്ളതോ, അങ്ങനെയുള്ള പല വെറൈറ്റി ഓഫ് ചെരുപ്പാകുമ്പോൾ കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, ടൈം എടുക്കും. അവരുടേതായ ടൈമിലാണ് ഓരോ വർക്കും ചെയ്യുക. പക്ഷെ വളരെ ഫാസ്റ്റ് ആയിട്ട് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനാണ് ഒരു അഡൽട്ട് വിചാരിക്കുക. അപ്പൊ നമ്മളെ പ്രോസസ് ഓഫ് ഈ ഡെവലപ്മെന്റിൽ നമ്മളിപ്പോ ഒരു പാറ്റേൺ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലവ് ഓഫ് വർക്ക് എന്നുള്ളതാണ്. എല്ലാ കുട്ടികൾക്കും ഒരു വർക്കിനോടൊരു ഇഷ്ടമുണ്ട്. വർക്ക് ചെയ്യുമ്പോൾ അവരുടെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ആവും, അത് അറ്റൻഷൻ കൂടും, അവരുടെ ഇഷ്ടം അവർ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. ആ ജോലിക്ക് നമുക്ക് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റും കാര്യങ്ങളും ഉണ്ടാവുന്നുണ്ട്. ഇത് അവര് കാസദബമ്പിൽ നിന്ന് ഒബ്സർവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അഗ്രസീവ് ആയിട്ടുള്ള കുട്ടികൾ വരെ അവരുടെ ഇഷ്ടത്തിനുള്ള ജോലികൾ ചെയ്യുമ്പോൾ കാം ആൻഡ് ക്വയറ്റർ ആയിട്ട് അവർ മാറുന്നത് കണ്ടു. വർക്ക് ചെയ്യുന്നതിലൂടെ എന്താണ്, കുട്ടികളെ കോൺസെൻട്രേഷന് അവിടെ ഇംപ്രൂവ് ആവുന്നുണ്ട്. ഇനി ഒരു ചൈൽഡ് വർക്കും അഡൽട്ട് വർക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ചൈൽഡിന്റെ വർക്ക് ഇന്റേണൽ ആയിരിക്കും, അഡൽട്ടിന്റെ വർക്ക് എക്സ്റ്റേണൽ ആയിരിക്കും. ചൈൽഡ് ഫോളോസ് ദ ലോ ഓഫ് മാക്സിമം എഫേർട്ട്, അഡൽട്ട് ഫോളോസ് ദ ലോ ഓഫ് മിനിമം എഫേർട്ട്. മാക്സിമം എഫേർട്ട് ആ പോയിന്റ് എഴുതിയാൽ മതി. പിന്നെ ചൈൽഡ് വർക്ക് ഫോർ പ്രോഗ്രസ് ബട്ട് അഡൽട്ട് കൺസേൺ വിത്ത് ദ എൻഡ് റിസൾട്ട്. പിന്നെ ദ റിതം ഓഫ് ചൈൽഡ് വർക്ക്സ് ഈസ് ഡിഫറെന്റ് ഫ്രം ദ അഡൽട്ട്. ഇതാണ് നമ്മൾ ലവ് ഓഫ് വർക്കിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി പറയാൻ പോകുന്നത് ലവ് ഓഫ് ഇൻഡിപെൻഡൻസ്. ഇതില് കുട്ടികളില്ലാത്ത ആൾക്കാരുണ്ടോ? എല്ലാവരും കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരാണ്. ഫാത്തിമത്തുൽ ഫർഹാന കുട്ടികളില്ലാത്ത ആളല്ലേ? അതല്ലേ ഉദ്ദേശിച്ചത്? ഓക്കെ. അപ്പോ നമ്മള് കുട്ടികളില്ലാത്തവ നമ്മളെ ചുറ്റുള്ള കുട്ടികളെ കണ്ടറിയാം. എന്ത് കാര്യമായാലും കുട്ടികൾക്ക് ഇഷ്ടം എന്താ? ഒറ്റയ്ക്ക് ചെയ്യാനാണ്, ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാനാണ് നമുക്ക് ഇഷ്ടം. നമ്മുടെ സെക്കൻഡ് പോയിന്റ് ലവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്നാണ്. ഭക്ഷണം കഴിച്ചു തുടങ്ങിയ സമയത്ത് തന്നെ അവർക്ക് എന്താണ്, ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കണം, കാരണം അവരുടെ ഇഷ്ടത്തിന് അവർ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാനാണ് ആഗ്രഹിക്കുക. നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് കൈപിടിക്കുന്നതൊന്നും ഇഷ്ടമല്ല, അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് നടക്കാനാണ് ഇഷ്ടം. നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടില്ലേ ആ കാര്യം?
ഓക്കെ, യെസ് 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 യെസ്. യെസ് യെസ്. ഞാനേ നിങ്ങളുടെ മെസ്സേജ് കാണാത്തപ്പോഴും ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. അതാ ഞാൻ ഇടയ്ക്കിടെ ഇങ്ങനെ സ്റ്റെക്കായി നിൽക്കുന്നത്. നിങ്ങളുടെ റിസൾട്ട്, നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ മെസ്സേജ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ സ്റ്റെക്ക് ആവില്ല കേട്ടോ. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണത്, ലവ് ഓഫ് ഇൻഡിപെൻഡൻസ്. ഏതൊരു കുട്ടിയായാലും എന്ത് കാര്യം ഇൻഡിപെൻഡന്റ് ആവാനാണ് അവർക്ക് ഇഷ്ടം. അതായത് മോണ്ടിസോറി പറയുന്നത് എന്താ വെച്ചാല്, ഒരു കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആ കുട്ടിയുടെ എബിലിറ്റീസിനനുസരിച്ചിട്ട്, ഒരു കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരിക്കലും വേറെ ആരും ചെയ്യാൻ പറ്റില്ല, ചെയ്തു കൊടുക്കാൻ പാടില്ല. ഒരു കുട്ടി ചെരുപ്പിടാൻ ഏബിൾ ആയിട്ടുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടീനെ ഒറ്റയ്ക്ക് ചെരുപ്പിടിപ്പിക്കണം. ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഓക്കെ, വേറെ സൗണ്ട്സ് വരുന്നുണ്ട്. എന്താണ് അവർക്ക് ഇപ്പൊ ഒരു കുട്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരാളും ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. മോണ്ടിസോറി വേറെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാല്, ആ കുട്ടി ഇൻഡിപെൻഡന്റ് ആവുന്നവരെ ഒരാളും ഫ്രീ അല്ല. മനസ്സിലായോ? അതായത് ചെരുപ്പിടാൻ അറിയുന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടി ചെരുപ്പിട്ട് കഴിയുന്നത് വരെ ആ കുട്ടി പാരന്റ് ആയിക്കോട്ടെ ചുറ്റിലും അവരൊന്നും ഫ്രീ അല്ല. അപ്പൊ എന്താവും? അവരെ സ്വയം ആ കാര്യങ്ങൾ ചെയ്തോളും. അങ്ങനെയാണ് അവർ ഇൻഡിപെൻഡന്റ് ആവുന്നത് വരെ ആരും ഫ്രീ അല്ല. നോ വൺ ക്യാൻ ബി ഫ്രീ അൺലെസ് ഹി ഈസ് ഇൻഡിപെൻഡന്റ്. ഇനി ഇതിലുള്ള ഈ കുറച്ച് നമ്മൾ ഇൻഡിപെൻഡൻസ് പറഞ്ഞു സിമ്പിൾ ആയിട്ട്. ഇനി ഇൻഡിപെൻഡൻസിനുള്ള കുറച്ച് വഴികൾ, അതായത് മോണ്ടിസോറി എൻവിറോൺമെന്റ് ഫോസ്റ്റേഴ്സ് ഇൻഡിപെൻഡൻസ് ത്രൂ വേരിയസ് വേസ് എന്നാണ് പറയുന്നത്. ഏത് കൂടെയൊക്കെയാണ് നമ്മൾ ഇൻഡിപെൻഡൻസ് ഫോസ്റ്റർ ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ്, ഡിസിപ്ലിൻ ഉണ്ടാവണമെങ്കിൽ അവർക്ക് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള വർക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത്. കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള വർക്കുകൾ അവർ ചെയ്യുന്നതിലൂടെ അവർക്ക് ഡിസിപ്ലിൻ ഉണ്ടാക്കണം. ദെൻ നമ്മൾ ഇനി സെക്കൻഡ് പോയിന്റ് എന്താന്ന് വെച്ചാല്, അവർക്ക് വർക്ക് ചെയ്യാൻ കഴിയുന്ന മെറ്റീരിയൽസ് അവരുടെ എൻവിറോൺമെന്റിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അവർക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുക്കണം. കുട്ടീനെ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പാടില്ല, പക്ഷെ അവർക്ക് ഗ്രോ ചെയ്യാനുള്ള ഒരു എൻവിറോൺമെന്റ് കൊടുക്കണം. അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന, അവർക്ക് സേഫ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എൻവിറോൺമെന്റ്, അതിനുള്ള മെറ്റീരിയൽസും നമ്മൾ അവർക്ക് കൊടുക്കണം. മൂന്നാമത്തെ കാര്യം, എന്താണ് ഇവില്, എന്താണ് ഗുഡ് എന്നുള്ള രണ്ട് കാര്യങ്ങളും കുട്ടികൾ മനസ്സിലാക്കണം. അതിനെ ഡിസ്റ്റിങ്ക്റ്റ് ചെയ്യാൻ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. എന്താണ് ഗുഡ്, എന്താണ് ബാഡ്, ഈ രണ്ട് കാര്യങ്ങളും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അത് അവരെ തെരഞ്ഞെടുക്കാനും നമ്മൾ പറഞ്ഞു കൊടുക്കണം. ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസും എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട്, ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ സൊസൈറ്റിയൽ നോംസിന് എതിരായിട്ടുള്ള കാര്യങ്ങൾ. നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് നിയമങ്ങളുണ്ടല്ലോ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പബ്ലിക്കായിട്ട് യൂറിനേറ്റ് ചെയ്യാം, പൊതുജനങ്ങളൊക്കെ നിൽക്കുന്നിടത്ത് തുപ്പുക, അങ്ങനെ പല 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 നോംസ് ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. അവരുടെ ആ പ്രോസസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ലിമിറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ അവരുടെ ഒരു വില്ലിങ്നെസ് ഉണ്ടല്ലോ, അവരുടെ വില്ലിനനുസരിച്ചിട്ട് പോണെന്നാണ് പറയുന്നത്. കാരണം ഈ കുട്ടികള് ഹലോ ഗൈസ്, നിങ്ങൾ ഇതുവരെ എടുത്ത കാര്യങ്ങളൊന്നും വായിച്ചു നോക്കുമോ? ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാം നമുക്ക്. എന്നിട്ട് ഈ ടോപ്പിക്ക് 2 പോയിന്റ് കൂടി ഉണ്ട്. ഓക്കെ, ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാം കേട്ടോ.
ഹലോ, പ്രോസസ് ഓഫ് ഡെവലപ്മെന്റ് നമ്മൾ ഫുള്ള് പറഞ്ഞിട്ടില്ല, പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിട്ടാണ്. അപ്പോ നമ്മളിപ്പോ പറഞ്ഞ പോയിന്റ് ഗുഡ് ആൻഡ് ഇവില് അവർക്ക് മനസ്സിലാക്കണം എന്നുള്ളതാണ്. അവരുടെ വില്ലുമായിട്ട് അവരുടെ ഡെവലപ്മെന്റ് അസോസിയേറ്റ് ചെയ്യണം. കാരണം അവരുടെ എനർജിയും കുട്ടികൾക്ക് അധികം എനർജിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ എനർജിയും കാര്യങ്ങളും എന്താവണം, അവരുടെ ഈ ഓരോ ഇതിലേക്ക് നമ്മൾ ഡൈവേർട്ട് ചെയ്ത് കൊടുക്കണം. അവർക്ക് ആക്ടിവിറ്റീസ് ചൂസ് ചെയ്യാൻ പറ്റണം. ഇതാണ് നമ്മൾ രണ്ടാമത് പറയുന്ന പോയിന്റ്, ലവ് ഓഫ് ഇൻഡിപെൻഡൻസ്. അവരെ ഇൻഡിപെൻഡന്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത്. ഇനി പറയാൻ പോകുന്ന സംഭവം അറ്റൻഷൻ പവർ ആണ്. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ. അറ്റൻഷൻ പവർ നമ്മുടെ മോണ്ടിസോറിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു എന്താണ്, അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളത് എന്തിന്റെ രണ്ടാമത്തെ പോയിന്റ് ആണ് എന്നുള്ളത്. അറ്റൻഷൻ പവർ ആണോ ചോദിച്ചത്? ലവ് ഓഫ് അതോ ലവ് ഓഫ് ഇൻഡിപെൻഡൻസിന്റെ രണ്ടാമത്തെ പോയിന്റ് എന്താണെന്നാണോ ചോദിച്ചത്? ലവ് ഓഫ് ഇൻഡിപെൻഡൻസിലുള്ള രണ്ടാമത്തെ പോയിന്റ് എന്താണെന്നാണോ ചോദിച്ചത്? രണ്ടാമത്തെ പോയിന്റ് ആണെന്ന് പറഞ്ഞില്ലേ, അതെന്തിന്റെ രണ്ടാമത്തെ പോയിന്റ് ആണ്? അതായത് പ്രോസസ് ഓഫ് ഡെവലപ്മെന്റില് ലവ് ഓഫ് വർക്ക്, ലവ് ഓഫ് ഇൻഡിപെൻഡൻസ്, പവർ ഓഫ് അറ്റൻഷൻ, ഡെവലപ്മെന്റ് ഓഫ് ഇന്റലിജൻസ്, ഡെവലപ്മെന്റ് ഓഫ് വില്ല്, ചൈൽഡ് ഡെവലപ്മെന്റ് ഓഫ് ചൈൽഡ്സ് ഇമാജിനേഷൻ, ഡെവലപ്മെന്റ് ഓഫ് ഇമോഷണൽ സ്പിരിച്വൽ ലൈഫ്, സ്റ്റേജസ് ഓഫ് ചൈൽഡ്സ് ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് പ്രോസസ്സാണ് ഉള്ളത്. അതിൽ ഫസ്റ്റത്തേതാണ് ലവ് ഓഫ് വർക്ക്, രണ്ടാമത് വരുന്ന പോയിന്റാണ് ലവ് ഓഫ് ഇൻഡിപെൻഡൻസ്. അത് രണ്ടും കഴിഞ്ഞു, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി വരുന്ന മൂന്നാമത്തെ പോയിന്റ് ആണ് എന്ത്? അറ്റൻഷൻ പവർ. ഓക്കെ. അപ്പോ ഇതിലുള്ളവരുടെ മെയിൻ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ആയിരുന്നു കുട്ടികളുടെ അറ്റൻഷൻ പവർ എന്നുള്ളത്. നമുക്കറിയാം കുട്ടികൾക്ക് ഭയങ്കര അറ്റൻഷൻ ആയിരിക്കും ചില കാര്യങ്ങളിൽ. ഇവര് യൂഷ്വലി കളറ്, സ്മെല്ല്, ടെക്സ്ചർ ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ അട്രാക്റ്റഡ് ആവും. നമുക്കറിയാം പല നല്ല 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 കളേഴ്സ് ഒക്കെ ഉള്ള സാധനങ്ങളോട് കുട്ടികൾ അട്രാക്റ്റ് ആവും. ഇതൊക്കെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അവരുടെ ആ ഒരു സെൻസസിനെ അപ്പീൽ ചെയ്യുന്ന സാധനങ്ങളോട് അവർ ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ആക്ടിവിറ്റീസ് അവർക്ക് കൊടുക്കണം. അവരുടെ സെൻസസിനെ അപ്പീൽ ചെയ്യുന്ന കാര്യങ്ങളായിട്ടുള്ള കളറ്, ടെക്സ്ചർ, സൗണ്ട്സ് ഇങ്ങനത്തെയൊക്കെ അടങ്ങിയിട്ടുള്ള ആക്ടിവിറ്റീസ് വേണം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്താവും? അവരുടെ കോൺസെൻട്രേഷൻ, ഇൻഡിപെൻഡൻസിലെ മൂന്നാമത്തെ പോയിന്റ് ആണ് ഗുഡ് ആൻഡ് ഇവിലിനെ അവർ ഡിഫറൻസിയേറ്റ് ചെയ്യുക എന്നുള്ളത്. നാലാമത്തെ പോയിന്റ് ആണ് അവരുടെ വില്ലുമായിട്ട് അവരെ അസോസിയേറ്റ് ചെയ്യുന്നത്. അതായത് അവരുടെ ഒരു കുട്ടിയുടെ എനർജി അവര് ചെയ്യാൻ പോകുന്ന എന്താണ് ആക്ടിലേക്കും ആക്ടിവിറ്റീസിലൊക്കെ നമ്മൾ അത് അങ്ങോട്ടേക്ക് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കണം എന്നുള്ളത്. മുഹ്സിനക്ക് ക്ലിയർ ആയോ? നമ്മൾ അറ്റൻഷൻ പവർ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്താണ് അവരുടെ അറ്റൻഷൻ സീക്ക് ചെയ്യുന്ന സംഭവങ്ങൾ വെച്ചിട്ടുള്ള ആക്ടിവിറ്റീസ് വേണം കുട്ടികൾക്ക് കൊടുക്കാൻ. നെക്സ്റ്റ് പോയിന്റ് ചൈൽഡ്സ് ഡെവലപ്മെന്റ് ഓഫ് വിൽ പവർ ആണ് പറയുന്നത്. നമ്മൾ ഈ വിൽ പവർ റിപ്പീറ്റേഷനിലൂടെ ഇംപ്രൂവ് ആവുന്ന പറയുന്നത്. എങ്ങനെയാണ് വിൽ പവർ ഉണ്ടാവുന്നത്? റിപ്പീറ്റേഷനിലൂടെ. നമുക്കറിയാം കുട്ടികൾ ചില കാര്യങ്ങൾ പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും എന്നുള്ളത്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർക്ക് സെൽഫ് ഡിസിപ്ലിനും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ആവും. 3 ലെവൽസ് പറയുന്നുണ്ട് അവരുടെ വിൽ പവർ ഡെവലപ്മെന്റ് ആവാൻ വേണ്ടിയിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാല് റിപ്പീറ്റേഷൻ തന്നെയാണ്. അതായത് കുട്ടികളുടെ വിൽ പവർ ഡെവലപ്പ് ചെയ്യാനുള്ള
ഫസ്റ്റത്തെ ലെവലാണ്. ഫസ്റ്റ് ലെവൽ 3 ലെവൽസ് പറയുന്നത് ഉണ്ട്. ഒന്ന് ഫസ്റ്റ് ലെവൽ ഓർ റിപ്പീറ്റേഷൻ. അപ്പൊ ഇതിന്റെ നമ്മൾ പറഞ്ഞു റിപ്പീറ്റ് ചെയ്യുന്നത് ഒരു റീസണും ഇല്ലാതെയാണ് അവര് റിപ്പീറ്റ് ചെയ്യണത് എന്ന് പറഞ്ഞു. റിപ്പീറ്റേഷൻ നടക്കുന്നത് അവർക്കൊരു റീസണോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെയാണ്. അതായത് ഒരു ചൈൽഡിന് ഒരു നാച്ചുറൽ ഡ്രൈവ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓരോ കുട്ടികൾക്കും അവർക്ക് നാച്ചുറലി ഒരു ഡ്രൈവ് ഉണ്ടാവും. എന്തിന്? ഓരോ കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ അഡൽട്സ് അങ്ങനെയല്ല. നമ്മളൊരു അൺനെസസറി ആയിട്ട് ഒരു ഇന്റൻഷൻ ഇല്ലാതെ അല്ലെങ്കിൽ ഒരു കാര്യം ഇല്ലാണ്ട് നമ്മൾ ഒരു കാര്യവും റിപ്പീറ്റ് ചെയ്യാറില്ല. മോണ്ടിസോറി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ചൈൽഡ്സ് വേ ഓഫ് ബിൽഡിംഗ് പേഴ്സണാലിറ്റി എന്നാണ്. അവരുടെ പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്യാനുള്ള ഒരു വേ ആണ് എന്ത്? ഈ റിപ്പീറ്റേഷൻ. ചൈൽഡ് റിപ്പീറ്റ് ആക്ടിവിറ്റീസ് വോളണ്ടറിലി ആയിട്ടാണ് കുട്ടികൾ റിപ്പീറ്റ് ചെയ്യുന്നത്. നോ എക്സ്റ്റേണൽ റിവാർഡ് ഈസ് നീഡഡ്. അവർക്ക് ഇവിടെ ഒരു റിവാർഡിന്റെ ആവശ്യമില്ല. ഒരു എന്തെങ്കിലും കിട്ടുമെന്ന് വെച്ചിട്ടല്ല ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു വർക്ക് അവർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവര് ദ ചൈൽഡ് ഗെയിൻസ് കൺട്രോൾ ഓവർ മൂവ്മെന്റ്സ്. അവരുടെ മൂവ്മെന്റ്സിൽ അവർക്ക് കൺട്രോളും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ബിൽഡ്സ് കോൺസെൻട്രേഷൻ, ബിൽഡ്സ് കോൺഫിഡൻസ്, സ്ട്രെങ്തൻ ഇന്നർ വിൽ. അവരുടെ ഇന്നർ വിൽ ഇവിടെ സ്ട്രെങ്തൻ ആവും. കോൺഫിഡൻസും കോൺസെൻട്രേഷനും ഒക്കെ അവർക്ക് ഇതിലൂടെ ബിൽഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരു അൺനെസസറി ആയിട്ട് നമ്മൾ ചെയ്യില്ല. അഡൽട്സ് അൺനെസസറി ആയിട്ട് റിപ്പീറ്റ് ചെയ്യില്ല. ഇങ്ങനെ കുട്ടികൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് ഇന്ററപ്റ്റ് ചെയ്യാനും പാടില്ല എന്നാണ് പറയുന്നത്. ഒരു കുട്ടി ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു അൺനെസസറി ആയിട്ട് ഇത് ഇന്ററപ്റ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുമ്പോൾ അത് അവരുടെ സൈക്കോളജിക്കൽ ഡെവലപ്മെന്റിനെ അത് അഫക്റ്റ് ചെയ്യും. അവരുടെ സൈക്കോളജിക്കൽ ഡെവലപ്മെന്റിനെ അഫക്റ്റ് ചെയ്യും. നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അവരുടെ ആ റിപ്പീറ്റേഷന് അലോ ചെയ്യുക. അവരെ ആക്ടിവിറ്റി ഫിനിഷ് ചെയ്യുക. നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യേണ്ട കാര്യം. അതിപ്പോ ഇങ്ങനെ സിബ് ഇങ്ങനെ അടച്ചും തുറന്നിട്ടൊക്കെ കുട്ടികൾ കളിക്കുമല്ലോ. സിബ് ഇങ്ങനെ അടച്ചിട്ടും തുറന്നിട്ടും ഒക്കെ കുട്ടികൾ ഇങ്ങനെ കളിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മതി മതി എന്ന് പറയാതെ മതി എന്ന് പറയരുത്. അങ്ങനെ കുട്ടികൾ അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? സ്ലോ ആക്കുമോ? ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. ഡെവലപ്മെന്റ് ഓഫ് വിൽ പവർ ആണോ ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞത്? കവർ ചെയ്യണോണ്ട് ഒന്നും ശരിക്കും മനസ്സിലാവണില്ല. ഓക്കെ, എന്നൊരു കാര്യം ചെയ്യാം. ഇന്ന് ഇത്ര മതി. ഇന്നിപ്പോ നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? കുട്ടികളുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, നമ്മുടെ മരിയ മോണ്ടിസോറി. മരിയ മോണ്ടിസോറി വളരെ വളരെ കീൻ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. ആനിമൽസ് ജനിക്കുമ്പോൾ തന്നെ അവരുടെ ഒരു വിധം ഇന്റലിജൻസും ഇൻസ്റ്റിങ്ക്റ്റും ഒക്കെ ഉള്ള ആൾക്കാരാണ്. എന്നാൽ ഹ്യൂമൻ ചൈൽഡ് അങ്ങനെയല്ല. അവരൊരു ഫിസിക്കൽ എംബ്രിയോ എന്ന് പറയുന്ന സംഭവം ബർത്തിന് മുമ്പേ ഡെവലപ്പ് ആവുന്നു. സ്പിരിച്വൽ എംബ്രിയോ ബർത്തിന് ശേഷം ഡെവലപ്പ് ആവുന്നു. ഓക്കെ, സ്പിരിച്വൽ എംബ്രിയോ അവർക്ക് ഡെവലപ്പ് ആവണമെങ്കിൽ 2 കാര്യങ്ങൾ വേണം: എൻവിറോൺമെന്റും ഫ്രീഡം. ഈ 2 കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഒരു കുട്ടിയുടെ സ്പിരിച്വൽ എംബ്രിയോ അവരുടെ ഡെവലപ്മെന്റ് നടക്കുന്നത്. മെയിൻ ആയിട്ട് 2 ഇന്റേണൽ എയ്ഡ്സ് ഉണ്ട് ഡെവലപ്മെന്റിന്. അതാണ് അബ്സോർബന്റ് മൈൻഡും സെൻസിറ്റീവ് പീരീഡും. പിന്നെ നമ്മൾ പറയുന്നത് പ്രോസസ് ഓഫ് ചൈൽഡ് ഡെവലപ്മെന്റ് ആണ്. ചൈൽഡ് ഡെവലപ്മെന്റിന് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് എഴുതാൻ പറ്റുന്ന കാര്യമാണ് ആനിമൽസ് ഹ്യൂമൻ ബേബീസും തമ്മിലുള്ള ഡിഫറൻസ്, സ്പിരിച്വൽ എംബ്രിയോ, അതിനുള്ള നെസസിറ്റീസ് ആയിട്ടുള്ള ഫ്രീഡവും എൻവിറോൺമെന്റും, പിന്നെ നമ്മുടെ ഇന്റേണൽ എയ്ഡ്സും. ഇനിയാണ് നമുക്ക് പ്രോസസ് ഓഫ് ചൈൽഡ് ഡെവലപ്മെന്റ് എഴുതാൻ പറ്റുക എക്സാമിനൊക്കെ എഴുതുന്ന സമയത്ത്. അതിലെന്താണ്? പ്രീഡിറ്റർമൈൻഡ് ആയിട്ടുള്ള സൈക്കിക് പാറ്റേൺസ് ആണ് ഉള്ളത്. അതുവഴിയാണ് ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് നടക്കുന്നത്. അല്ലാതെ ഒരിക്കലും റാൻഡംലി ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് നടക്കുന്നില്ല. അതിലുള്ള ഏതൊക്കെയാണ് പ്രോസസ്സ് നമ്മൾ പറഞ്ഞു. ലവ് ഓഫ് വർക്ക് ചെയ്യാൻ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ്. അഡൽട്ട് വർക്കും കുട്ടികളുടെ വർക്കും തമ്മിലുള്ള ഡിഫറൻസ്.
നെക്സ്റ്റ് ലവ് ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്. ഒരു കാര്യം ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാനാണ് കുട്ടികൾക്ക് ഇഷ്ടമുണ്ട്. അതേപോലെ തന്നെ അവരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു വർക്ക് ചെയ്യാൻ നമ്മൾ അവരെ സമ്മതിക്കുക. അവർ ഇൻഡിപെൻഡന്റ് ആവുന്നത് വരെ ആരും ഫ്രീ അല്ല എന്നുള്ളതും, അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഒരിക്കലും ആരും ചെയ്തു കൊടുക്കരുത്. പിന്നെ അറ്റൻഷൻ പവർ ആണ്. കുട്ടികൾക്ക് വളരെയധികം അറ്റൻഷൻ ഉള്ള ഒരു പവർ ഉണ്ട്. അത് ആ ഒരു പവർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുക. നെക്സ്റ്റ് പോയിന്റ് വിൽ പവർ ആണ് നമ്മൾ പറഞ്ഞത്. ഇനി വിൽ പവറും ഇന്റലക്ച്വൽ ഡെവലപ്മെന്റും ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും ഒക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. നിങ്ങളൊരു കാര്യം ചെയ്യുക, അത് നന്നായിട്ട് ഇന്ന് വായിക്കാം. ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫ്രീ ആവണം ഇന്ന് തന്നെ മാക്സിമം ഇത് വായിച്ചു നോക്കുക. ഞാൻ അടുത്ത ക്ലാസ്സിലും കൂടി കഴിഞ്ഞിട്ട് ഒന്നിച്ച് നോട്ട് അയച്ചുതരാം. ഈ ഒരു യൂണിറ്റ് 3യുടെ നോട്ട് ഞാൻ ഒന്നിച്ചിട്ട് അയച്ചു തരാം. ഞാൻ പറയുമ്പോൾ സ്പീഡ് ആവുന്നുണ്ടല്ലേ, അടുത്ത ക്ലാസ്സിൽ ഞാൻ കുറച്ചും കൂടി സ്ലോ ആക്കിയിട്ട് എടുക്കാം. ഞാൻ ജസ്റ്റ് ഇതാണ്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ഇതിലേക്ക് നോക്കുന്നത്. അപ്പൊ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും സംശയമുണ്ടോ? നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് അത് വൈകുന്നേരത്ത് ബുക്കില് കുറെ ഉണ്ടല്ലോ, ഒരുപാട് വലിച്ചു നീട്ടി എഴുതിയിട്ടുണ്ട് ബുക്കില്. അപ്പൊ എക്സാമിന് വരുമ്പോ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ ഉണ്ടാവുമ്പോ ബുക്കിനായിട്ട് ടച്ച് വേണ്ടേ, ബുക്ക് വായിക്കണ്ടേ ശരിക്കും? അതാ ഞാൻ പറയുന്നത്, നിങ്ങളുടെ പുസ്തകം വായിച്ചു നോക്കാനാണ് ഞാൻ പറയുന്നത്. ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ പുസ്തകം വായിച്ചു നോക്കുക, ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചു നോക്കുക. പക്ഷെ എന്നിട്ട് വായിക്കുമ്പോ നിങ്ങൾക്ക് എല്ലാത്തിന്റെ അർത്ഥം ഞങ്ങൾക്ക് അറിഞ്ഞോളണമെന്നില്ലല്ലോ. അതെന്നോട് ചോദിച്ചാൽ മതി. ഞാനിപ്പോ നിങ്ങൾക്ക് ഇതിലുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് എടുത്തു തരുന്നത്. ഇതിൽ ഓരോ ഇപ്പൊ ഞാൻ ഇതിൽ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മാർക്ക് ചെയ്ത് സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ ഉണ്ട്. ഇത് മുഴുവൻ ഞാൻ ഓരോ ലൈന് വായിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതൽ കൺഫ്യൂഷൻ ആവശ്യമായിട്ടാണ് അങ്ങനെ എടുക്കുന്നത്. ഇനി നിങ്ങൾ ഇത് വായിച്ചു നോക്കുക. എന്നിട്ട് വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും പോയിന്റ്സ് ഞാൻ വിട്ടു പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും വായിക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാവണില്ല, അത് ഞാൻ എടുത്തു തരണം എന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഗ്രൂപ്പിലോ പേഴ്സണലായിട്ടോ മെസ്സേജ് അയച്ചാൽ അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, വലിച്ചു വാരി കൊടുത്താലും നമുക്ക് അതിന്റെ എന്താന്നുള്ളത് അതിനുള്ള മനസ്സിലാക്കിയാൽ എക്സാമിന് എഴുതാൻ എളുപ്പമാവും. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കണ്ടിട്ടില്ല, അത് ഞാൻ നോക്കട്ടെ. എന്നിട്ട് അതിനനുസരിച്ച് എക്സാം ഓറിയന്റഡ് ആയിട്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഇതിനു മുമ്പ് എക്സാം എഴുതിയ ആൾക്കാരുണ്ട് ഇതില്? എസ് ഒക്കെ എഴുതാൻ വരുമ്പോ കിട്ടും. ഇപ്പൊ ഡെവലപ്മെന്റ് നിങ്ങൾക്ക് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഇപ്പൊ എസ് ആണ് ചോദിക്കണെന്ന് വെച്ചെങ്കിൽ എന്താ പറയാ, മരിയ മോണ്ടിസോറിനെ പറ്റിയിട്ടും ഒരു ബ്രീഫ് ആയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. പിന്നെ സ്പിരിച്വൽ എംബ്രിയോ എഴുതുക, അതിന്റെ കണ്ടീഷൻ എഴുതുക, ഇന്റേണൽ എയ്ഡ്സ് എന്താന്ന് എഴുതുക, പിന്നെ സൈക്കിക് പാറ്റേൺസിന് എഴുതുക, പിന്നെ ആ പ്രോസസ്സ് ഏതൊക്കെയാന്നുള്ളത് 1, 2, 3, 8 പ്രോസസ് ഉണ്ട്. ഈ 8 പ്രോസസ്സിന് നിങ്ങൾ എഴുതുമ്പോ തന്നെ എസ് ഉണ്ടാവും. പിന്നെ നമ്മുടെ നെക്സ്റ്റ് നിങ്ങൾ 4ാമത്തെ യൂണിറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. 4th യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേജസ് ഓഫ് ചൈൽഡ് ഡെവലപ്മെന്റ്. ഇപ്പൊ പ്രോസസ്സ് എത്തിയിട്ടുള്ളൂ, ഇതിന്റെ സ്റ്റേജ് എഴുതാണ്ട്. നിങ്ങൾക്ക് ഒരു എസ് ഒക്കെ വരികയാണെങ്കിൽ, ചൈൽഡ് ഡെവലപ്മെന്റ് ഒരു എസ് വരികയാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടാവും എഴുതാൻ. നിങ്ങൾക്ക് ഇതെല്ലാം ലൈൻ ബൈ ലൈൻ പഠിക്കണം എന്നില്ല, അതിൽ എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി, അപ്പൊ തന്നെ എഴുതാണ്ടാവും. പുസ്തകത്തിൽ ഉള്ളതുപോലെ പറഞ്ഞിട്ട് ലാസ്റ്റ് ചുരുക്കി പറയും. അതായത് ഞാൻ നിങ്ങൾക്ക് ലൈൻ ബൈ ലൈൻ ആയിട്ട് ഓരോ ലൈനും പറഞ്ഞു തന്നതിന് ശേഷം മൊത്തത്തിൽ ചുരുക്കി പറയണം എന്നാണോ സുഹൈൽ ഉദ്ദേശിച്ചത്? ഞാനൊരു കാര്യം ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ അങ്ങനെ ചെയ്യാം. അപ്പൊ നിങ്ങൾ പറഞ്ഞാൽ മതി കൺഫ്യൂഷൻ ആവുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഞങ്ങളെ കൊണ്ട് വായിപ്പിച്ചാൽ മതി, മിസ് പറഞ്ഞു തന്നാൽ മതി. ടെക്സ്റ്റ് നിങ്ങൾ വായിക്കുക, ആ ഭാഗത്ത് എന്താ സംഭവം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതല്ലേ മുഹസിന് പറഞ്ഞത്? നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞില്ലേ, നെക്സ്റ്റ് ക്ലാസ്സിൽ അങ്ങനെ നോക്കുക. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, ഇന്നെടുത്തത് ഇന്നെ വായിച്ചു നോക്കും. മാം, നമുക്കൊരു ടെക്സ്റ്റ് കിട്ടിയിട്ടില്ല. അപ്പൊ ഈ ഫോണിൽ കുറെ ടൈം നോക്കിയിട്ട് വായിക്കുന്ന നേരം ഭയങ്കര തലവേദന ആവുന്നു. ടെക്സ്റ്റിന്റെ കാര്യം ഒന്ന് സ്പീഡാക്കാൻ പറയണം സാറിന്റെ അടുത്ത്.
ഞാൻ പറഞ്ഞേ അപ്പൊ പറഞ്ഞിട്ടുണ്ട് കുറച്ച് ഒരുപാട് പേർക്ക് തെക്ക് വരുന്നുണ്ടല്ലേ. ഞാൻ പറഞ്ഞിട്ടുണ്ട് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് PDF കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതാ ഞാൻ ആദ്യം അയച്ചിരുന്നു. പിന്നെ ഞാൻ അയച്ചത് ഞാനത് പറയാട്ടോ, സാറോട് പറയാം ടെക്സ്റ്റിന്റെ കാര്യം. പിന്നെ തൽക്കാലം നിങ്ങൾക്ക് പറ്റുന്ന പോലെ വായിച്ചു നോക്കാം. 2-3 പേജൊക്കെ തന്നെ ഒരു ദിവസം എടുക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് പറ്റുന്ന പോലെ കുറച്ച് വായിച്ചു നോക്കാം. നെക്സ്റ്റ് ക്ലാസ്സിന്റെ മുമ്പ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാനുള്ള ഡെവലപ്മെന്റ് ഓഫ് വിൽ പവർ മുതൽ ആ യൂണിറ്റ് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒന്ന് വായിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ ടെക്സ്റ്റ് കൈവശമുള്ള ആൾക്കാരെ കൊണ്ട് നമുക്ക് വായിപ്പിക്കാം. ഓക്കെ, ഇത് ലൈൻ ബൈ ലൈൻ ഓൾറെഡി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇൻസ്ട്രക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഓരോ വരിയും വായിച്ചിട്ട് അർത്ഥം പറഞ്ഞത് പോലെ ആവരുത് ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇത്രയും ചുരുക്കി പറഞ്ഞിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നുണ്ട്. അപ്പൊ ഒന്നാമത് നമുക്ക് പുതിയൊരു ടോപ്പിക് ആണല്ലോ മോണ്ടിസോറി. നമ്മളാരും പഠിച്ച കാര്യങ്ങളല്ല, നമ്മളാരും പഠിച്ച രീതികളെ അല്ല. ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യം വരുമ്പോൾ അത് ഓർത്തു വെക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഇനി എല്ലാവരും വായിച്ചു നോക്കിയിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്ത ക്ലാസ് എങ്ങനെ വേണമെന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഗ്രൂപ്പിൽ പറയാട്ടോ നമുക്ക്. ഇന്നെന്താ ക്ലാസ് അതിന്റെ ചെയ്യാം. അപ്പൊ ശരി, ബൈ.